അൻവറിന്റെ താല്പര്യമോ അൻവർ വിളിക്കിയതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെ എന്തിനാ നടക്കുന്നത്? അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലല്ലോ. അൻവർ ഭരണകക്ഷിയുടെ ഭാഗമാണ്, CPM-ന്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ CPM-നെയും ഭരണകക്ഷിയെയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അദ്ദേഹത്തിന് ഭാഗമല്ല, സ്വന്തം MLA ആണെങ്കിൽ പോലും LDF-ന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം പുറത്തു പോകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യുന്ന അവസ്ഥ ഉണ്ടോ? ഇല്ല, 100% ഇല്ല. ഭാവിയിലെ കാര്യം നമ്മൾ ഇനിയും കാണുമല്ലോ, ഇത് അവസാനത്തെ കാണലല്ലോ, അപ്പൊ പറയാം. ഈ രാഷ്ട്രീയ നെക്സസിനെ കുറിച്ച് അൻവർ പറയുമ്പോഴേ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ഇതിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെയുള്ള മുഖ്യധാരാ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്ന് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. അൻവറിന് ഇപ്പോഴാണോ അത് ബോധ്യമായിരുന്നു? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യോജിക്കാവുന്ന കാര്യങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതിലും സഹകരിക്കുന്നതിലും എന്താ തെറ്റ്? ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് യെച്ചൂരി അനുസ്മരണത്തിൽ ഒരുമിച്ച് മുഖ്യമന്ത്രിയും പിന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷും പൊന്നേ രവീന്ദ്രനും വിഷ്ണുനാഥ് കോൺഗ്രസിന്റെ നേതാവൊക്കെ ഒരുമിച്ചായിരുന്നു. അത്തരം കാര്യങ്ങൾ സംസാരിക്കുക, പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ മിണ്ടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ആയിക്കോട്ടെ, അദ്ദേഹം ഇപ്പൊ രക്ഷപ്പെടാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വഴികളൊക്കെ കണ്ടെത്തും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം. ഞങ്ങൾ പറഞ്ഞല്ലോ, അൻവർ അല്ല ഞങ്ങളുടെ ചർച്ച അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂകളാണ്. ആ ഇഷ്യൂകൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം ഇപ്പോൾ കടന്നു വന്നു. അദ്ദേഹത്തിന് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും പറയാനുണ്ട്, ഗൗരവതരമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുഴുവൻ പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. സാങ്കല്പികമായ ചോദ്യമാണ് അൻവറിന്റെ പ്രവേശനം നമുക്ക് ചോദിക്കുമ്പോൾ, എങ്കിൽ പോലും അൻവറിനെ ഇപ്പോൾ ലീഗിലേക്ക് എടുക്കില്ല അല്ലെങ്കിൽ ലീഗ് സ്വാഗതം ചെയ്യില്ല എന്ന് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അത്തരം സാഹചര്യം ഉണ്ടായിട്ടില്ല. അൻവർ ലീഗിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. ഇവിടെ രാഷ്ട്രീയ മാറ്റമല്ലല്ലോ നമ്മൾ പറയുന്നത്. അൻവർ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂകളുണ്ട്. ആ ഇഷ്യൂകൾ മാത്രമാണ് പ്രശ്നം. ഒരാളുടെ രാഷ്ട്രീയ മാറ്റോ പാർട്ടി മാറ്റോ കൊണ്ട് ഇത് അവസാനിക്കുമോ? അതെ, അദ്ദേഹം ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ സ്വതന്ത്രമായ, നിഷ്പക്ഷമായ, ശക്തമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിന് നടക്കുന്നവരെ കുറ്റാരോപിതരായ ആളുകൾ മാറി നിൽക്കണം, മുഖ്യമന്ത്രി അടക്കം. ആരാ? അങ്ങനെയല്ലേ വാർത്തകൾ പുറത്തു വരുന്നത്? മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് RSS നേതാക്കന്മാരെ 2 തവണ ADGP പോയി കണ്ടത് എന്നത് അൻവർ ഉന്നയിച്ചു. അതല്ല എങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പുറത്തു പറയണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ പോയി കണ്ടത് എന്തിനാണ് എന്ന് ADGP-യോട് മുഖ്യമന്ത്രി വിശദീകരണം തേടണ്ടേ? അതിന് പകരം വിജിലൻസ് അന്വേഷണത്തിന് കൊടുത്തിട്ട് ഇദ്ദേഹം പോയി കണ്ടോ? അങ്ങനെ പോയാൽ അന്വേഷണം നടക്കുമോ? അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനല്ലേ? എന്തിന് RSS നേതാക്കന്മാരെ പോയി കണ്ടു എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സെക്രട്ടറി മുഖേന, ഡിപ്പാർട്ട്മെന്റ് മുഖേന അദ്ദേഹത്തോട് ചോദിച്ചൂടെ? എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അതിന് മറുപടി നിങ്ങൾ പറഞ്ഞിട്ട് എന്ന ഒറ്റ സെന്റൻസിൽ അവസാനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ടാണ് ചോദിക്കാത്തത്.